ഹായ് ഹലോ, ഇന്നിങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. കാരണം ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പം ഭാഗ്യത്തിന് മാത്രമാണ് ഞങ്ങൾക്ക് വേറൊരു ഫ്ലൈറ്റ് ബുക്കിംഗ് കിട്ടിയത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ എത്താനായി. ഞങ്ങൾ ഇന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് കുട്ടാപ്പുവാണ്. ഓൺലൈനായിട്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് നമുക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാം. എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള അക്കാശയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ബാഗ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ബോർഡിംഗ് പാസും കിട്ടുന്നത്. പിന്നീട് നമ്മൾ അതുമായിട്ട് ബസ്സിലേക്ക് കയറുക. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് ഒരുപാട് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട് വിചാരിച്ച ആളുകളുടെ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ടോ, അവരെങ്ങനെയായിരിക്കും അവിടെ എത്താനായിട്ട് പോകുന്നത്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയല്ല. ഇതിനു മുമ്പ് ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുള്ളത് കിച്ചുവിൻ്റെ കൂടെയാണ്. ഇങ്ങനെ ആവശ്യങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് കിച്ചുവിൻ്റെ കൂടെ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി പേടിയില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പഠിക്കുന്നതും വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ പാരൻസിനോട് എനിക്കിതാ പറയാനുള്ളത്, നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് എപ്പോഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇനിയിപ്പം ബാംഗ്ലൂർ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്തിരുന്നത് ഇൻഡിഗോയിലാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് ഒരുപാട് പാസഞ്ചേഴ്സിനും ട്രാവലേഴ്സിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ്സായി പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയിട്ട് ഇൻഡിഗോ ഫ്ലൈറ്റ് വേഗം നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അവരുടെ എല്ലാ പ്രോബ്ലംസും വേഗം സോൾവ് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ കെമ്പഗൌഡ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാബ് സർവീസ് അവൈലബിൾ ആണ്. ഒരുപാട് ക്യാബ് സർവീസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഊബറാണ്. നമ്മുടെ ക്യാബിൻ്റെ ഡ്രൈവർ മലയാളിയാണ്, പേര് ഷംനാസ്. ഞങ്ങൾ ഫസ്റ്റ് ബാംഗ്ലൂർ വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെക്കേഷന് ഒരു വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അവിടെ നിന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ. ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ ആൾ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കീർത്തന ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. ഞങ്ങൾക്ക് വേഗം ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഫ്രഷ് ആയിട്ട് വേണം കിടക്കാനായിട്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഫുഡ് കഴിച്ചു. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഉണ്ണിയപ്പം, മാംഗോ പിക്കിൾ, നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ആ മാംഗോ ആണ്. പിന്നെ ഞാൻ ചേന ആൻഡ് കാരക്ക രണ്ടും കൂടിയിട്ടുള്ള ഒരു പിക്കിളും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കമാരമ്മ എന്തായാലും കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രസപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കോൾഡ് ആയതുകൊണ്ട് അങ്ങനെ ഇനി രാവിലെ നേരത്തെ എണീറ്റ് പോകാനുള്ളതാണ്. അങ്ങനെ അവൾ ഉണ്ണിയപ്പൊക്കെ ടേസ്റ്റ് നോക്കുകയാണ്. നമുക്ക് നാളെ ഏർലി മോർണിംഗ് തുംകൂർ പോകാനുള്ളതാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ഷോർട്സിൽ കാണാം.